ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ക്രൂശുമരണത്തെ പറ്റിയും പീഡാനുഭവങ്ങളെ പറ്റിയും ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പ് കാലയളവിൽ ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസിൽ ഉയർന്നു വന്ന ചോദ്യമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തങ്ങളുടെ മശീഹ ആയി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞത്? ഇന്നും യേശുവിനെ അറിഞ്ഞ അനേകം ആളുകൾ ഈ ക്രിസ്തുവിനെ തങ്ങളുടെ നാഥനും രക്ഷകനുമായി അംഗീകരിക്കാത്ത ഇന്നിന്റെ സാഹചര്യത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ചിന്താധാരകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഇതിൽ നിന്ന് 3 ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, embracing our identity in Christ and fulfilling our responsibilities. ക്രിസ്തുവിൽ നാം ആരെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രസ്തുത വേദഭാഗത്ത് ഇസ്രായേലിന്റെ 8ഓളം പദവികൾ കാണാൻ സാധിക്കും. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഇസ്രായേലിനെ ഒരു നല്ല ജനമായി ദത്തെടുക്കുന്നു. ദൈവിക തേജസ് വെളിപ്പെട്ടത് കാണാനുള്ള ഭാഗ്യം, ന്യായപ്രമാണം, സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം, ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ, പിതാക്കന്മാർ, ക്രിസ്തു ഇവയെല്ലാം ഉൾക്കൊള്ളുന്നു. സകല മനുഷ്യരും തള്ളപ്പെടുവാൻ അർഹമായിരിക്കെ ദൈവം ചിലരെ തിരഞ്ഞെടുത്തത് അവന് അവരോടുള്ള കരുണയെയും പരമാധികാരത്തെയും സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്യുന്നു. അപ്പോസ്തോലനായ വിശുദ്ധ പത്രോസ് ശ്ലീഹ പുതിയ ഇസ്രായേലായ നമ്മോട് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്നും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകണം. രണ്ടാമതായി, we will strive to become the heart of God. ദൈവത്തിന്റെ മനസ്സറിയുന്നവരാകുവാൻ ശ്രമിക്കുക. തങ്ങൾക്ക് ലഭിച്ച പദവികൾക്കനുസരിച്ച് ഉത്തരവാദിത്വം പൂർണ്ണമാക്കാത്ത ജനത്തെ മനസ്സിലാക്കിയ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിന്റെ രക്ഷ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ യേശുവിൽ നിന്ന് വേർപിരിയുവാൻ പോലും താൻ തയ്യാറാണെന്ന് പറയുന്നതിന്റെ അർത്ഥം അത്രമാത്രം ഓരോ വ്യക്തിയുടെയും രക്ഷ താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. അതിനാൽ സ്വയം ശൂന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. റോമർ 9:3 പറയുന്നു, താൻ ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കുന്നു എന്നതിലൂടെയും പൗലോസ് വ്യക്തമാക്കുന്നതും ഇതാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങളിൽ വായിക്കുന്നു, വിരോധികൾക്ക് പരിഹാസപാത്രമാകുമാറ് ജനം ദൈവത്തിൽ നിന്നും അകന്നു കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തം വയ്ക്കുന്നു. അതിന്റെ ശിക്ഷാവധി അവർക്കുണ്ടാകുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മോശ ദൈവത്തോട് സംസാരിക്കുകയാണ്, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും എന്റെ പേർ മായ്ച്ചു കളയണമേ. തന്റെ രക്ഷയെക്കാളും ജനത്തിന്റെ രക്ഷയാണ് മോശ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശാപമായി തീർന്നു. ഈ നോമ്പ് കാലയളവിൽ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വയം ശാപമായും ശൂന്യനുമായി തീർന്ന ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ നമുക്കാകണം. മൂന്നാമതായി, we will become true children of God. ദൈവത്തിന്റെ സ്വന്തം മക്കളായി തീരുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർ 9:6 പറയുന്നു, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. ദൈവത്താൽ ഭരിക്കപ്പെടേണ്ടവരാണ് ഇസ്രായേല്യർ, എന്നാൽ പലപ്പോഴും അങ്ങനെയായി തീർന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായിയാണോ? ഇസ്ഹാക്കിനെ പോലെ ഇസ്മായേലും അബ്രഹാമിന്റെ മകനായിരുന്നു. എന്നാൽ ഇസ്മായേൽ ജഡപ്രകാരം പുത്രനായിരുന്നെങ്കിൽ ഇസ്ഹാക്ക് വാഗ്ദാന പ്രകാരം പുത്രനായിരുന്നു. അവൻ രക്ഷയുടെ ഉടമ്പടിയുടെ അവകാശിയായിരുന്നു. പ്രിയമുള്ളവരെ,
പുത്രനായ ക്രിസ്തു തന്റെ പിതാവായ ദൈവഹിതത്തിൽ പരിപൂർണമായും വിധേയപ്പെട്ടതുപോലെ നമുക്കും ദൈവകരങ്ങളിൽ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന രക്ഷിക്കപ്പെട്ട മക്കളായി തീരാം. ഈ നോമ്പുകാലം തിരിച്ചറിവുകളുടെ കാലമായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ശരിയായ ബോധ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും ഈ വലിയ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.